നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. പഞ്ചപാണ്ഡവരോട് കിടനിൽക്കാൻ കരുത്തുള്ള പുരുഷന്മാർ, രാജാക്കന്മാർ പോലും ഇല്ലാതിരുന്ന കാലം. എന്നിട്ടും സർവ്വതും ചൂതുകളിയിലൂടെ നഷ്ടപ്പെടുന്ന പാണ്ഡവരുടെ പത്നിയുടെ ധർമ്മസങ്കടമാണ് ഈ അധ്യായത്തിൽ. ലോകമുണ്ടായ കാലം മുതൽ ഒരുപക്ഷെ ഓരോ യുഗത്തിലും സ്നേഹിക്കുന്നവരാൽ മുറിവേൽക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഇതുപോലെ ഉണ്ടായിരുന്നിരിക്കണം. നിർണായക ഘട്ടങ്ങളിൽ ഒറ്റയ്ക്കായി പോകുന്ന സ്ത്രീകൾ. ജീവിത സാഹചര്യങ്ങളിൽ ഇന്നും അത് തുടരുന്നില്ലേ? നമുക്ക് വായിക്കാം. അക്ഷഹൃദയം എന്ന അധ്യായത്തിലെ 5-ാം ഭാഗം. വിതുരർ എഴുന്നേറ്റ് ധൃതരാഷ്ട്രന്റെ മുൻവശത്തേക്ക് വന്നു. അദ്ദേഹം സ്വരമുയർത്തി സംസാരിക്കുന്നത് ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. വിറയ്ക്കുകയായിരുന്നു ശരീരം. ദുര്യോധനെ ചൂണ്ടിക്കൊണ്ട് വിതുരർ പറഞ്ഞു, ഓർമ്മിക്കുന്നില്ലേ, ഈ പുത്രനെ പെറ്റപ്പോൾ കൊട്ടാരമുറ്റത്ത് വന്ന് കുറുനരികൾ ഓളിയിട്ടു. ഇയാൾ കാരണം ഈ ഹസ്തിനപുരം ചുടലപ്പറമ്പാവും, കുരുവംശം നശിക്കും. അത് കേട്ട ഭാവമില്ലാതെ ദുര്യോധനൻ രംഗപീഠത്തിന് സമീപം നിന്ന ഒരു സേവകനെ നോക്കി പറഞ്ഞു, പ്രാതികാമി, ദ്രൗപദിയെ വിളിച്ചുകൊണ്ടുവാ. ദ്രൗപദിയുടെ വരവ് കാത്തിരിക്കുന്ന സദസ്സിനെ ഞാൻ നോക്കി. അധർമ്മമാണിതെല്ലാമെന്ന ഭാവത്തിലിരിക്കുന്ന അവരോരോരുത്തരും ദ്രൗപദി വന്നു കാണാൻ അകമേ മോഹിക്കുന്നു എന്നെനിക്ക് തോന്നി. ദുര്യോധനൻ തളർന്നിരിക്കുന്ന യുധിഷ്ഠിരനെ കാണാത്ത പോലെ മണ്ഡപത്തിൽ നടന്നു. അയാളുടെ സമീപത്തേക്ക് കർണനും ദുശാസനനും ഇറങ്ങി വന്നു. കർണൻ ചെവിക്കടുത്ത് ചെന്ന് എന്തൊക്കെയോ പുറകുറുത്തു. ദുര്യോധനൻ മന്ദഹസിച്ച് തലയാട്ടി ശരിവെച്ചു. തിരിച്ചു വന്ന പ്രാതികാമി തനിച്ചായിരുന്നു. അവൻ തൊഴുതു നിന്നപ്പോൾ കർണനാണ് ചോദിച്ചത്, എവിടെ ദ്രൗപദി? ഇത് കർണന്റെ ദിവസമായി തീർന്നു, ഞാൻ മനസ്സിൽ പറഞ്ഞു. ദ്രൗപദിയോട് പഴയ പകപോക്കാൻ സൂതപുത്രന് അവസരം വന്നിരിക്കുന്നു. രാജാവ് ആദ്യം പണയം വെച്ചത് തന്നെയാണോ രാജ്ഞിയാണോ എന്ന് രാജ്ഞിക്കറിയണം. പിന്നെ ധർമാധർമ്മങ്ങൾ അറിയുന്ന ഈ സദസ്സിലെ ശ്രേഷ്ഠന്മാർ ഇത് ശരിവെക്കുന്നുണ്ടോ എന്നും അറിയണം. യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രൗപദി വരട്ടെ. കള്ളച്ചൂതുകൊണ്ട് എല്ലാവരും അടിമകളായി. അധർമ്മം കണ്ട് സദസ്യർ ഇവരെ നിന്ദിക്കട്ടെ. ദുര്യോധനൻ അലറി, ദ്രൗപദി വരട്ടെ. പ്രാതികാമി വിറച്ചുകൊണ്ട് നിന്നു. അയാൾ സദസ്സിൽ കണ്ണോടിക്കുന്ന കൂട്ടത്തിൽ എന്നെ കണ്ടു. ഭയന്നും മുഖം തിരിച്ചു. ദുര്യോധനൻ പറഞ്ഞു, ഭൃത്യന് ഭയമാണ് ദുശാസന, താൻ പോയി വിളിച്ചുകൊണ്ടുവരൂ. സുഖകരമായ ഒരു ഉത്തരവാദിത്വം കിട്ടിയതുപോലെ ദുശാസനൻ അത് കേട്ട ഉടൻ അകത്തേക്ക് നടന്നു. കരബലത്തിൽ ഗൂഢമായി അഹങ്കരിച്ചിരുന്ന ഞാൻ ഇവിടെ നിസ്സഹായനാണ്. അടക്കിയ മുഷ്ടികൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് ഞാൻ നിന്നു. ചോരയും മണവും കണ്ട് പതറാത്ത ഞാൻ നടുങ്ങി. പിന്നെ മനസ്സിലേക്കൊരു തേങ്ങൽ ഉയർന്നു. അഴിഞ്ഞ മുടിയിൽ ചുരുട്ടിപ്പിടിച്ച് യൂപത്തിലേക്ക് യജ്ഞപശുവിനെ എന്ന പോലെ ദ്രൗപദിയെ കൊണ്ടുവന്ന് നിർത്തുന്നു. അഴിഞ്ഞ വസ്ത്രം ഊർന്നു പോകാതെ വാരിപ്പിടിച്ച് ദ്രൗപദി ചുറ്റും നോക്കി. ഇടറിയ കാലടികൾക്കിടയിൽ ഞാൻ കറുത്ത രക്തത്തുള്ളികൾ കണ്ടു. വെൺകൽ തറയിൽ വീണ പത്മരാഹ കല്ലുകൾ. ഒറ്റ വസ്ത്രത്തിന്റെ തല ഉത്തരീയം കൂടിയാക്കി നിൽക്കുന്ന ദ്രൗപദി രജസ്വലയാണ്. കണ്ടാൽ അറിയാം. അവളുടെ അർദ്ധനഗ്നത 1000 കണ്ണുകൾ പെരുമ്പരുന്തുകളെ പോലെ കൊത്തിവലിക്കുന്നു. ദ്രൗപദി ഗദ്ഗതമൊതുക്കി ചോദിച്ചു, ഈ നിലയിൽ എന്നെ സഭാമധ്യത്തിലേക്ക് വലിച്ചഴിക്കുന്നത് ശരിയാണോ? ഭീഷ്മ പിതാമഹനും വിതുരരുമൊക്കെയുള്ള ഈ സദസ്സ് പറയട്ടെ, ഞാൻ അടിമയാണോ? ദ്രൗപദി തലയുയർത്തി ചുറ്റും നോക്കി. രാജ്ഞിയുടെ തലയെടുപ്പോടു കൂടി തന്നെ. അവളുടെ കണ്ണുകൾ അനുകൂല വാക്കുകൾ കേൾക്കാൻ സഭയിലെ മുഖങ്ങളിൽ തിരഞ്ഞു. എൻ്റെ മുഖത്ത് അവസാന നോട്ടം തങ്ങി നിന്നു. സഹിക്കാതെ വയ്യ. ധർമ്മപുത്രനായ യുധിഷ്ഠിരന് വാക്കാണ് വലുത്. നമ്മളൊക്കെ അടിമകൾ. പിന്നെ ഞാൻ മുന്നോട്ട് കയറി.
യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു, ദേശത്തെരുവിലെ ചൂതാട്ടക്കാരുടെ നാട്ടിൽ ചൂളത്തികളുണ്ടാവും. ആ ധൂർത്തന്മാരും സ്വന്തം പെണ്ണുങ്ങളെ പണയം വെക്കാറില്ല. ക്രോധമടക്കാനാവാതെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും മുമ്പ് സഹദേവ, തീ കൊണ്ടുവരൂ, എന്റെ കൈ പൊള്ളിക്കട്ടെ. എന്നെ തന്നെ ശിക്ഷിക്കാനേ എനിക്കിപ്പോൾ കഴിയൂ. അർജുനൻ എന്റെ ചുമലിൽ പിടിച്ചു പറഞ്ഞു, അരുത്, അരുത്. അപ്പോൾ കൗരവ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഞാൻ അതുവരെ വളരെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത വികർണൻ പറഞ്ഞു, ദ്രൗപദി ചോദിച്ചതിന് ആരും ഉത്തരം പറഞ്ഞില്ല. സ്വയം പണയപ്പെട്ടാൽ മറ്റൊരാളെ പണയം വെക്കുന്നത് എങ്ങനെ? അതാണ് ചോദ്യം. ദ്രൗപദി അടിമയല്ല എന്ന് ഞാൻ പറയുന്നു. ദുര്യോധനനെ ധിക്കരിച്ച് സംസാരിക്കുന്നു എന്നതിലേറെ അയാൾ ഞാൻ ആലോചിക്കാത്ത ഒരു വാദം സദസ്സിന്റെ മുമ്പിൽ വെക്കുന്നു. അടിമയാണോ എന്ന് ദ്രൗപദി ചോദിച്ചത് ഒരു ചെറിയ ചോദ്യമല്ല. വികർണൻ ക്രുദ്ധനായി നോക്കുന്ന ദുര്യോധനനെ കാര്യമാക്കാതെ പറഞ്ഞു, നായാട്ട്, കുടി, ചൂതാട്ടം, സ്ത്രീ സേവ, ഇത് നാലിലും അത്യാസക്തി വന്നാൽ ധർമ്മം വിടും. ഒറ്റ വസ്ത്രമെടുത്ത അന്തപുരത്തിലിരിക്കുന്ന ഈ കുലസ്ത്രീയെ ഇവിടെ എത്തിച്ചതും ആ ധർമ്മച്യുതി തന്നെ. കർണൻ അരിശത്തോടെ വികർണന്റെ നേരെ അസ്ത്രം പോലെ വിരൽ ചൂണ്ടി. എടോ, വസ്ത്രമില്ലാതെയും ഇവളെ കൊണ്ടുവരാം. 5 പേർക്ക് ഭാര്യയായി വഴങ്ങുന്നവൾക്ക് എന്ത് കുലീനത! അവജ്ഞയോടെ ദ്രൗപദിയെ നോക്കി കർണൻ ദുര്യോധനനോട് പറഞ്ഞു, അടിമകളുടെ എല്ലാ വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചു വാങ്ങൂ. യുധിഷ്ഠിരൻ ഉത്തരീയം അഴിച്ചിട്ടു. ആഭരണങ്ങൾ നേരത്തെ അദ്ദേഹം ഊരിയിരുന്നു. അത് ഞങ്ങൾക്കുള്ള സൂചനയാണ്. അർജുനനും നകുലൻ സഹദേവന്മാരും ആഭരണങ്ങൾ അഴിച്ചു. അപ്പോൾ ദുശാസനന് കർണൻ നോട്ടത്താൽ നിർദ്ദേശം കൊടുത്തു. അയാൾ മുടിവിട്ട് ദ്രൗപദിയുടെ മടിക്കുത്തിൽ കൈവച്ചു. മുന്നോട്ടാഞ്ഞ ഞാൻ ശബ്ദമുണ്ടാക്കി. ദുശാസനൻ കൈവിടാതെ എന്നെ നോക്കി. നിയമങ്ങൾ മറന്ന് ഞാൻ ആക്രമിക്കുമെന്ന് അയാൾ ഒരുപക്ഷെ ഭയന്നിരിക്കണം. സദസ്സും കൊട്ടാരം മുഴുവനും കേൾക്കുമാർ ഞാൻ അലറി. ഈ കൂടിയവരെല്ലാം കേൾക്കാൻ ഞാനിപ്പോൾ ആണയിടുന്നു, ഇവനെ കൊന്നു മാറു പിളർന്ന് എന്നെങ്കിലും ഞാൻ ഇവന്റെ ചോര കുടിച്ചില്ലെങ്കിൽ ഞാൻ ഭീമസേനനല്ല. എനിക്ക് പിതാമഹർ നേടിയ ലോകപുണ്യവും വേണ്ട. ഒരു സദസ്യൻ പറഞ്ഞു. അടിമയാണോ എന്ന ചോദ്യത്തിന് ആരും ദ്രൗപദിക്ക് മറുപടി കൊടുത്തില്ല. മഹാജ്ഞാനികളായ വിതുരരും ഭീഷ്മരുമുണ്ടല്ലോ ഇവിടെ. വിതുരരെ ആളുകൾ നോക്കി. വികർണൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. 2 വഴിക്ക് ഈ പ്രശ്നത്തെ കാണാം. പണ്ട് പ്രഹ്ലാദനും കശ്യപനും തമ്മിൽ തർക്കം നടന്നപ്പോൾ സദസ്സ് പൊറുത്തില്ല. അപശബ്ദങ്ങൾ ഉയർന്നു. ഭീഷ്മാചാര്യൻ പറയട്ടെ. അതുവരെ നിശ്ചലനായിരുന്ന ഭീഷ്മാചാര്യർ. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ മാത്രം ഇളകി. ദ്രൗപദി സ്വതന്ത്രയോ അടിമയോ എന്ന് പറയേണ്ടത് യുധിഷ്ഠിരനാണ്. ദുര്യോധനന് ഈ വാദപ്രതിവാദങ്ങൾ രസിക്കുന്നുവെന്ന് തോന്നി. കർണന് അക്ഷമയാണ്. അയാൾ എന്തൊക്കെയോ പിറുവിറുത്തിരുന്നു. അയാളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, ഭീമസേനനും അനുജന്മാരും ദ്രൗപദിയും യുധിഷ്ഠിരന് തങ്ങളുടെ മേൽ അധികാരമൊന്നുമില്ലെന്ന് പറയട്ടെ. എല്ലാവരെയും ഞാൻ സ്വതന്ത്രരാക്കാം. ദുര്യോധനന്റെ ബുദ്ധിയിലാണോ കർണനിൽ നിന്നാണോ ഈ ചോദ്യം വന്നത്? അയാൾ എന്നെയാണ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നത്. എല്ലാ കണ്ണുകളും ഇപ്പോൾ എന്നിലാണ്. ഞാൻ സംശയിച്ചില്ല. ഇദ്ദേഹം ഞങ്ങൾക്ക് ജ്യേഷ്ഠനാണ്, രാജാവാണ്, ഗുരുവാണ്. ഇദ്ദേഹം തോറ്റപ്പോൾ ഞങ്ങളും തോറ്റു. ഞങ്ങൾ അടിമകളായെന്ന് പറഞ്ഞാൽ അടിമകൾ തന്നെ. പക്ഷേ പഴങ്കഥകളും ശാസ്ത്രവചനങ്ങളും എൻ്റെ സഹായത്തിന് എത്താനില്ല. ചുരുട്ടിയ വലത് മുഷ്ടി നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കൈകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരിക്കൽ ഈ വെറും കൈ കൊണ്ട് കൗരവരെ മുഴുവൻ ഞാൻ ചതച്ചു കൊല്ലുന്നത് കാണാം. യുധിഷ്ഠിരൻ ഒരു വാക്ക് സമ്മതം തന്നാൽ മതി. ഇപ്പോൾ തന്നെ ഞാനതിനൊരുക്കാം. രംഗം വീണ്ടും നിശ്ചലമായി. കർണൻ അമർഷമൊതുക്കി ദ്രൗപദിയോട് പരിഹാസസ്വരത്തിൽ പറഞ്ഞു,
ദാസരുടെ സ്വത്തും പെണ്ണുങ്ങളും യജമാനനുള്ളതാണ്. യജമാനന്റെ വീട്ടിൽ ജോലി തുടങ്ങാം. നല്ല ആണുങ്ങൾ അവിടെയും ഉണ്ടല്ലോ, ദുഃഖിക്കാനില്ല. ദുര്യോധനൻ യുധിഷ്ഠിരനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദ്രൗപദി പണയപ്പെട്ടിട്ടില്ലെന്ന് താൻ പറയുമോ? എങ്കിൽ തർക്കം തീരും. ധർമ്മശാസ്ത്രം വേണ്ട, പഴങ്കഥകൾ തുടങ്ങേണ്ട. കാര്യം പറഞ്ഞാൽ മതി, ഉവ് അല്ലെങ്കിൽ ഇല്ല. എന്നിട്ട് അയാൾ ദ്രൗപദിയെ നോക്കി. വസ്ത്രം നീക്കി നഗ്നമായ ഇടം തുട തട്ടിക്കൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിരൻ നിന്റെ ഭർത്താവല്ലെന്ന് നീ പറഞ്ഞാലും മതി. ദ്രൗപദി ദുശാസനന്റെ കൈ തട്ടിമാറ്റി ഓടി ധൃതരാഷ്ട്രന്റെ കാൽക്കൽ ചെന്നു വീണു. അവൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങൾ ആരും കേട്ടില്ല. അതുവരെ നിശബ്ദനായിരുന്ന രാജാവ് സദസ്സിലുള്ള കാര്യം അപ്പോഴായിരിക്കണം പലരും ഓർമ്മിച്ചത്. ദുര്യോധനൻ രംഗം വാഴുന്ന ബഹളത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ഞാൻ മറന്നുപോയിരുന്നു. അദ്ദേഹം സംസാരിച്ചു. എനിക്ക് പുത്രവധുവെ പോലെ പ്രിയപ്പെട്ടവളാണിവൾ. അവളുടെ പ്രാർത്ഥനയനുസരിച്ച് ഞാൻ വരം നൽകിയിരിക്കുന്നു. ഇവളെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ദ്രൗപദി പിന്നെയും അദ്ദേഹത്തോട് സംസാരിച്ചു. ഇവൾക്ക് വേണ്ടി പാണ്ഡവരും സ്വതന്ത്രരാണെന്ന് ഞാൻ പറയുന്നു. രാജ്യവും സ്വത്തുക്കളും ജയിച്ചവർ തന്നെ കയ്യിൽ വയ്ക്കുന്നു. ആളുകൾ പ്രതികരിച്ചില്ല. അത്ര അപ്രതീക്ഷിതമായിരുന്നു പ്രഖ്യാപനം. പിന്നെ ആശ്വാസം കൊണ്ട് സദസ്സ് മുഖരിതമായി. ദുര്യോധനനേക്കാൾ ക്ഷോഭവും നിരാശയും കർണനായിരുന്നു. അയാൾ ഉറക്കെ പറഞ്ഞു, പെണ്ണിന്റെ കരച്ചിലിന്റെ മറവിൽ പാണ്ഡവർ തൽക്കാലം രക്ഷപ്പെട്ടു. മഹാവീരന്മാർ! രാജനിയമപ്രകാരം ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. തളർന്ന് അടുത്തേക്ക് വന്ന യുധിഷ്ഠിരനോട് ഞാൻ പറഞ്ഞു, പ്രതിജ്ഞകൾ രണ്ടും പിന്നേക്ക് ബാക്കി വെക്കുന്നില്ല. ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. ഒറ്റയ്ക്ക് മുഴുവൻ പേരെ നേരിടാമെന്നുള്ള കരുത്ത് എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. മുഴുവൻ കഴിഞ്ഞില്ലെങ്കിലും 3 പേരുടെയെങ്കിലും കടം ഇപ്പോൾ വീട്ടണം. കർണൻ, ദുര്യോധനൻ, ദുശാസനൻ. യുധിഷ്ഠിരൻ മുന്നിൽ നിന്ന് ഒരു അർത്ഥവന്ദനം പോലെ കെഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞു, അരുത്, ചെയ്യരുത്. മടക്കയാത്രയ്ക്ക് സാരഥികൾ തേരൊരുക്കി കഴിഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കയറി കഴിഞ്ഞിരുന്നു. അമ്മയുടെ സമീപം തല താഴ്ത്തിയിരിക്കുന്നു ദ്രൗപദി. അമ്മയ്ക്ക് പെട്ടെന്ന് വളരെയേറെ വാർദ്ധക്യം ബാധിച്ചുവെന്ന് തോന്നി ക്ഷീണിതമായ മുഖം കണ്ടപ്പോൾ. അപ്പോൾ സാരഥികളിൽ ഒരാൾ പറഞ്ഞു, ഒരു ദൂതൻ വരുന്നുണ്ട്. കൊട്ടാരത്തിൽ നിന്ന് ഓടിയടുക്കുന്നത് പ്രാതിഗാമിയാണെന്ന് കണ്ടു. അടുത്തെത്തിയ പ്രാതിഗാമി യുധിഷ്ഠിരനെ വന്ദിച്ചു പറഞ്ഞു, വീണ്ടും ഒരു വട്ടം ചൂതിന് തയ്യാറുണ്ടോ എന്ന് ക്ഷണിക്കുന്നു. ആര്? ധൃതരാഷ്ട്ര മഹാരാജാവ്. ഞാൻ അമ്മയെയാണ് നോക്കിയത്. അമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു, കണ്ണുകൾ അടച്ചു. ഞങ്ങൾ ജ്യേഷ്ഠനെ നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിലെ ചൂതാട്ടക്കാരനിതാ വീണ്ടും പിടിവലി നടത്തുന്നു. നഷ്ടപ്പെട്ട മുതലുകളെല്ലാം തിരിച്ചെടുക്കാനുള്ള സന്ദർഭം. അർജുനൻ പറഞ്ഞു, അരുത്. യുധിഷ്ഠിരൻ സംശയിക്കുന്നു. പിന്നെയും പ്രാതിഗാമി താൻ ദൂതൻ മാത്രമാണെന്ന നിസ്സഹായതയിൽ നിന്നു. പണയം എന്താണ് ഇനി വേണ്ടത്? ശകുനി ഒന്നും പറഞ്ഞില്ലേ? ഞങ്ങളുടെയൊക്കെ അറുത്തെടുത്ത തലകളോ? സഹദേവൻ ചോദിച്ചു. എന്നിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന അപേക്ഷാഭാവത്തിൽ ദ്രൗപദിയെ നോക്കി. ദ്രൗപദി വിദൂരതയിൽ മിഴികൾ നട്ടു നിശ്ചലമിരുന്നു. തേരുവിടട്ടെ, അർജുനൻ പറഞ്ഞു. നിൽക്കൂ. യുധിഷ്ഠിരനാണ്. അപ്പോൾ നകുലൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. നഷ്ടപ്പെട്ടതെല്ലാം പോകട്ടെ, ശകുനിയോട് കളിച്ച് ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. യുധിഷ്ഠിരൻ ചോദ്യഭാവത്തിൽ നകുലനെ നോക്കി. എന്നിട്ട് തേരിൽ നിന്നും താഴെ ഇറങ്ങി. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കുതിരകളെ അഴിക്കാൻ തുടങ്ങി സൂതന്മാർ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിലായി നടന്നു. വീണ്ടും കൊട്ടാരത്തിലേക്ക് തന്നെ. യുധിഷ്ഠിരൻ ജയിച്ചു കയറുകയാണെന്ന വാർത്ത വന്നപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. നകുലനും സഹദേവനും അപ്പപ്പോൾ ജയാപജയങ്ങൾ അറിയിക്കാൻ മാറി മാറി ഓടിയെത്തിയിരുന്നു. ഞാൻ അതിഥി മന്ദിരത്തിന്റെ മുറിയിൽ എത്തിയ മുതൽക്ക് മദ്യപിക്കാൻ തുടങ്ങിയിരുന്നു. തോൽക്കുകയാണെന്ന വിവരം വന്നപ്പോഴും ഞാൻ നിസ്സംഗനായിരുന്നു. നകുലന് പകരം
ഒരിക്കൽ കൂടി സഹദേവൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, തല വെട്ടിക്കൊടുക്കാറായെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ തയ്യാർ. അയാൾ തളർന്ന് എൻ്റെ മുമ്പിലിരുന്നു. കിതയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചിട ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, അതായിരുന്നു ഭേദം. 12 വർഷം കാട്ടിൽ, പിന്നെ 1 വർഷം ആരുമറിയാതെ നാട്ടിൽ. കണ്ടുപിടിച്ചാൽ വീണ്ടും കാട്, 12 കൊല്ലം. നന്നായില്ലേ? ഞാൻ നിസ്സാര ഭാവത്തിലിരുന്നു. സഹദേവൻ പറഞ്ഞു, ഒരപേക്ഷയുണ്ട് ജ്യേഷ്ഠനോട്. എന്നെങ്കിലും കൗരവ കൂട്ടത്തെ വധിക്കാൻ ഇട കിട്ടുമ്പോൾ ഒരാളെ എനിക്കായി ഒഴിവാക്കി വെക്കണം, ആ നീചൻ ശകുനിയെ. ദുഃഖവും ക്രോധവും കൊണ്ട് വിറകൊള്ളുന്ന അനുജനെ ഇടം കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് ഞാൻ ആശ്വസിപ്പിച്ചു. അവസരം വരും, വിഷമിക്കരുത്. കാട് അത്ര മോശമായ സ്ഥലമൊന്നുമല്ല ജീവിക്കാൻ. അവശേഷിച്ച മദ്യം കൂടി തീർത്ത് ഞാൻ എഴുന്നേറ്റു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം ഇവിടെ തീരുന്നു. അടുത്ത അധ്യായവുമായി വേഗം എത്താം. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. വായന കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകം വായിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റിലൂടെ എന്നെ അറിയിക്കൂ. നന്ദി.